മരട് നഗരസഭ 12ാം ഡിവിഷൻ കൗൺസിലറും മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ചന്ദ്രകരാജന്റെ നേതൃത്വത്തിൽ SSLC +2 അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ MLA ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശംറമ്പിൽ പങ്കെടുത്തു. മരട് നഗരസഭ 12ാം ഡിവിഷനിൽ എല്ലാ വർഷവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നിരന്തരം നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള പഠന വിതരണവും ഈ വർഷവും ഇത് തുടർന്നു പോരുകയും ഉണ്ടായത്. ഉന്നത വിജയം കൈവരിച്ച് വിദ്യാർത്ഥികൾ അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ മാതാപിതാക്കൾക്ക് കൂടി ഈ അംഗീകാരത്തിന് അർഹതയുണ്ടെന്ന് കെ ബാബു MLA അവാർഡ് ജേതാക്കളെ ഓർമ്മപ്പെടുത്തി. എല്ലാ വർഷവും നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ മുൻകൈയെടുത്ത് ഇവിടെ SSLC +2 A+ വാങ്ങി വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷവും അതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാത്തിനും A+ കിട്ടിയ കുട്ടികളെ എല്ലാവരെയും അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. ഒരു പൊതുപ്രവർത്തകന്റെ പല പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നമ്മുടെ കുട്ടികളുടെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും മുകൾത്തട്ടിലേക്കും കടന്നു വരാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. സാമൂഹ്യ മാറ്റത്തിനായാലും പുരോഗതിക്കായാലും വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന പോലെ A+ കിട്ടിയ കുട്ടികൾ വളരെ അപൂർവമായിരുന്നു. എന്നാൽ ഇന്ന് A+ വളരെയധികം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നതിന് A+ നേടിയാലും കുട്ടികൾക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ മൊത്തം സീറ്റുകൾ എടുത്തു നോക്കുമ്പോൾ +1 സീറ്റ് കാണും. പക്ഷെ കുട്ടികൾ ആഗ്രഹിക്കുന്ന വിഷയം പഠിക്കണമെങ്കിൽ, കുട്ടികൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ സീറ്റുകൾ കുറവാണ്. നന്നായി പഠിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻ നേടിയെടുക്കത്തക്ക വിധത്തിൽ ആരോഗ്യകരമായ ഒരു പഠന രീതി അവലംബിച്ചുകൊണ്ട് നിങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ എല്ലാ വർഷവും ശ്രീ കലാധരൻ മുൻകൈയെടുത്ത് ഇവിടെ ഇതുപോലെ പരിപാടി നടത്തുന്നത് കലാധരനെ ഹാർദമായി അനുമോദിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം അനുമോദിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു കാര്യം, കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നതും പഠിപ്പിക്കുന്നതും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളുമായിട്ടാണ്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ കുട്ടികൾ നന്നായി പഠിച്ച് മിടുക്കരായി സ്വന്തം നിലയിൽ അവർക്കൊരു ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കണം. രക്ഷിതാക്കളുടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കുട്ടികൾ വളരെ നന്നായി പഠിക്കാൻ തയ്യാറാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. നമുക്ക് ഏറ്റവും പറയാനെന്ന് വെച്ചാൽ സാന്ദ്ര സജീവ് 10ാം ക്ലാസ് പഠിച്ചപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടിയാണ്. ഈ പ്രാവശ്യം വീണ്ടും +2 പഠിക്കുമ്പോഴും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയതിന് വളരെ സന്തോഷം. അതുപോലെ സായുജി KM അദ്ദേഹവും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എല്ലാം A+ കിട്ടിയ കുട്ടിയാണ്. വീണ്ടും നമ്മുടെ +2-നും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയതിന് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ റയാൻ തോമസ് +2-ൻ്റെയാണ് CBSE സിലബസിന് റാങ്ക് മേടിച്ചെടുത്ത് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. അതിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവം മേനോൻ, നിവേദ്യ AS എന്നിവർക്കും ഇത് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്ന 5 കുട്ടികളെയും നമ്മൾ ഇന്ന് ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ കുട്ടികളും ചെറിയ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും പഠനോപകരണമായിട്ട് നോട്ട്ബുക്ക് വിതരണമുണ്ട്. അതിൻ്റെ ചടങ്ങിൽ സംസ്കാരവും സമ്പന്നമായ മേഖലകളിൽ എത്താൻ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അക്ഷരക്കൂട്ടായ്മയിൽ നിന്നും അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് വിദ്വാൻമാരാകുന്നു. ഇതിരിക്കുന്ന മക്കളൊക്കെ ഒരുപക്ഷെ നാളെ ഭാവിയിൽ ആരെല്ലാമാകും എന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം. ആ ലക്ഷ്യമുണ്ടാകണം. വിദ്യാഭ്യാസം എന്ന ഒരു ലക്ഷ്യത്തിലൂടെ ആയിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഈ വേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള
നമ്മുടെ എല്ലാ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തിരക്കുണ്ടായിട്ടും ഈ 12ാം ഡിവിഷനിൽ സമീപത്തുള്ള എല്ലാവരെയും കാണുവാനും കുഞ്ഞുമക്കളോട് പരിചയപ്പെടുവാനും അവർക്കൊണ്ടുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ MLA അവരുടെ ഭാവിച്ചിരുന്ന എല്ലാവരും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതാശംസകൾ.